എങ്ങനെയാണ് കോവിഡിന് ശേഷം മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എങ്ങനെയെന്ന് സമർത്ഥിക്കാൻ സാധിക്കണം. ജനസാന്ദ്രത കൂടിയൊരിടത്ത് ഇത്രയധികം പകർച്ചാശേഷിയുള്ളൊരു വൈറസ് വന്ന് പെട്ടാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വീഡൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങളെ ആരും അനുകരിക്കരുത്. കാരണം ഞങ്ങൾ മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിച്ച് ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല, വൈറസ് അങ്ങ് സമൂഹത്തിലേക്ക് വന്നു. അപ്പോൾ ആദ്യം മരണസംഖ്യ ഒളിച്ചു വെച്ചോ, ഇത്ര കുറവ് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ലെപ്റ്റോസ്പൈറോസിസ് വരും, 100 കണക്കിന് ആളുകൾ മരിക്കും. പ്രളയബാധിത പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൊതുക് വരും, ഡെങ്കിപ്പനിയും വരും, മരണങ്ങളും വരും. നമസ്കാരം. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് ആരോഗ്യമുള്ള ജനങ്ങളാണ്. പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. ആരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി പൗരന്മാർക്ക് എത്രത്തോളം ജാഗ്രത വേണം? കേരളം ആരോഗ്യ മേഖലയിൽ നേരിടുന്നത് എന്തൊക്കെ വെല്ലുവിളികളാണ്? ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ ആരോഗ്യമന്ത്രിയും ആരോഗ്യ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡറും കൂടിയായ കെ ശൈലജ ടീച്ചറാണ്. ടീച്ചർ സ്വാഗതം വാല്യൂ പ്ലസിലേക്ക്. നമസ്കാരം. ടീച്ചർ, കോവിഡ് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ നല്ലതും ചില മുന്നറിയിപ്പുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കോവിഡ് വന്ന ഒരാളിൻ്റെ ശരീരം നോക്കിയാൽ പോലും ആ ആളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് കാണാം. അപ്പോൾ ടീച്ചർ ഇക്കാലത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോവിഡിന് മുൻപും കോവിഡിന് ശേഷവുമുള്ള നമ്മുടെ ആരോഗ്യ രംഗം. തീർച്ചയായിട്ടും ഓരോ വെല്ലുവിളിയിലും നമുക്കൊരു അനുഭവ പാഠം ഉണ്ടാകും. അത് കോവിഡ് ആയാലും നിപ്പ ആയാലും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളായാലും ഒക്കെ അത് വരുമ്പോൾ അതിനെ നേരിടുക മാത്രമല്ല, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. നിപ്പയിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളാണ് നാം കോവിഡിൽ പ്രയോഗിച്ചത്. അതിൽ കുറേ കാര്യങ്ങൾ, അതുപോലെ കോവിഡിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപും കോവിഡിന് ശേഷവും എന്നെടുക്കാമെങ്കിൽ ചില പുതിയ പ്രശ്നങ്ങൾ കോവിഡിന് ശേഷം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഈ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്ന വൈറസായിരുന്നു. ഓരോ വൈറസും ഓരോ രീതിയിലാണ് മനുഷ്യ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ചിലത് ശ്വാസകോശത്തെ വല്ലാതെ ബാധിക്കും, ചിലത് തലച്ചോറിനെ ബാധിക്കുന്നതുണ്ട്. അങ്ങനെയെല്ലാം ആണ് വരുന്നത്. അതിൽ നിപ്പ വൈറസ് ശ്വാസകോശത്തെ മാത്രമല്ല തലച്ചോറിനെയും വളരെ കൂടുതലായിട്ട് ബാധിക്കുന്ന ഒന്നായിരുന്നു. എൻസെഫലൈറ്റിസൊക്കെ ഉണ്ടാകുന്ന രീതിയായിരുന്നു. കോവിഡ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ടെങ്കിലും ശ്വാസകോശത്തെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. ശ്വാസകോശത്തിനകത്ത് വൈറസ് നിറഞ്ഞ് ഹൃദയത്തിലേക്കുള്ള ഓക്സിജൻ്റെ പ്രവാഹം തടസ്സപ്പെടുത്തി ഹൃദയത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, അങ്ങനെയൊക്കെയാണ് കൊറോണ വൈറസ് പെരുമാറിയത്. ഇപ്പോഴും ആ വൈറസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപാട് വകഭേദങ്ങളുണ്ടായി. ഓരോ വകഭേദവും അതിനു മുമ്പുള്ളതിനേക്കാൾ വ്യത്യസ്ത രീതിയിൽ പെരുമാറുന്നതായും കണ്ടിട്ടുണ്ട്. രോഗത്തിൻ്റെ സിംറ്റംസ് പോലും, രോഗലക്ഷണങ്ങൾ പോലും കുറേയൊക്കെ മാറിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠനം ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആളുകൾ സംശയിക്കുന്നത് കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണോ, കോവിഡ് വാക്സിൻ എടുത്തതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഈ സമയം നല്ലൊരു പഠനം ലോകം തന്നെ നടത്തേണ്ടതാണ്. അത് ഇന്ത്യ രാജ്യവും നടത്തണം, കേരളവും നടത്തണം. ആ പഠനം ഓരോ പ്രദേശത്തും നടത്തണം. എങ്ങനെയാണ് കോവിഡിന് ശേഷം മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എങ്ങനെയെന്ന് സമർത്ഥിക്കാൻ സാധിക്കണം. ഇപ്പോൾ ഈ വൈറസ് ബാധ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിൽ കുറേയേറെ കണ്ടിട്ടുള്ളത് ലങ്സ് പെട്ടെന്ന് ബുദ്ധിമുട്ടിലേക്ക് ഡാമേജ് ആവുക, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അറകളിൽ ഈ വൈറസ് നിറഞ്ഞ് ചില ഭാഗങ്ങൾ പ്രവർത്തനക്ഷമമല്ലാതാവുക എന്നുള്ളതാണ്. അത് നിലനിൽക്കുന്നുണ്ടോ? ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസം കാണാം. എക്സ്റേയിൽ തെളിയാത്തത് CT സ്കാനൊക്കെ എടുത്ത് നോക്കുമ്പം ശ്വാസകോശത്തിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് ആ പരിശോധനയൊക്കെ നടത്തി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കണം. പിന്നെ പല ലക്ഷണങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് കോവിഡിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ആ സംശയത്തെയൊക്കെ ദൂരീകരിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയണം. അതുകൊണ്ടാണ് സമഗ്രമായൊരു പഠനം നടത്തി കോവിഡിന് ശേഷം എന്തെങ്കിലും പുതിയ തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അധികമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് കാണേണ്ടത്. ആ പഠനം നടക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തത് വാക്സിൻ്റെ കാര്യമാണ്. അപ്പോൾ വാക്സിൻ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമുക്ക് സന്തോഷമുണ്ടായിരുന്നു. കാരണം അന്ന് എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും, നമ്മൾ മറന്നുപോകില്ല എന്ന് കരുതുന്നു. ഈ വളരെ പെട്ടെന്ന് പടരുന്ന ഒരു വൈറസ്, ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു വൈറസ് വന്നു പെട്ടപ്പോൾ ആളുകളിൽ നിന്ന് മാറി മാറി ധാരാളം ആളുകളിലേക്ക് പോവുകയാണ്. കേരളം ഭയന്നത്, കേരളത്തിലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ. ജനസാന്ദ്രത കൂടിയൊരിടത്ത്
ഇത്രയധികം പകർച്ചാശേഷിയുള്ളൊരു വൈറസ് വന്ന് പെട്ടാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേരളം മറ്റാരേക്കാളും കൂടുതൽ ശ്രദ്ധിക്കാൻ തയ്യാറായത്. നമ്മൾ ഐക്യരാഷ്ട്രസഭ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കൂടി കടുത്ത രീതിയിൽ പറഞ്ഞു. മറ്റൊന്നുമല്ല, ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ് ആൻഡ് ട്രീറ്റ്. ഇത് പിന്നീട് പലരും അംഗീകരിച്ചു, കേരളത്തിൻ്റെ ഈ രീതി ശരിയായിരുന്നു എന്നുള്ളത്. ക്വാറന്റൈൻ ചെയ്യുമ്പോൾ പലരും പറഞ്ഞിരുന്നു ഈ രീതിയല്ല, മിറ്റിഗേഷൻ മെത്തേഡാണ് നല്ലത്, നിങ്ങൾ എന്തിനാണ് വൈറസിനെ പിടിച്ചു വെക്കുന്നത്, സമൂഹത്തിലേക്ക് അങ്ങ് വിടുക, എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള ഞാൻ അതനുസരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഒരു സയൻസ് ടീച്ചർ എന്നുള്ള നിലയിലും എൻ്റെ ചുറ്റും നിൽക്കുന്ന വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരവും ഡോക്ടർമാർ അതുപോലെ മറ്റ് എക്സ്പേർട്ടുകൾ അവർ പറഞ്ഞത് വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു വൈറസിനെ കേരളം പോലുള്ളൊരു സമൂഹത്തിൽ തുറന്നു വിട്ടുകൂടാ. കാരണം അങ്ങനെ വിട്ടാൽ എന്തെങ്കിലും കോമോർബിഡിറ്റിയുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങും. അപ്പോൾ ലക്ഷക്കണക്കിന് മരണങ്ങൾ ഉണ്ടാകും. ഇതാണ് മറ്റു ചില രാജ്യങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ മിറ്റിഗേഷൻ അല്ല കണ്ടെയ്ൻമെൻറ്റ് നടത്തണം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ട്രേസ് ചെയ്ത് പുറത്തുനിന്ന് വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വൈറസ്. ട്രേസ് ചെയ്ത് ആളുകളെ ക്വാറന്റൈൻ ചെയ്ത് താമസിപ്പിച്ചിട്ട് എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ അപ്പോൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ ഐസൊലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ 28 ദിവസമാണ് ആദ്യം എടുത്തത്. ക്വാറന്റൈനിലേക്ക് പറഞ്ഞയച്ച് പോസിറ്റീവ് ആണെന്ന് കണ്ടാൽ ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ശരിയായിരുന്നു എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. കാരണം അന്ന് മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിച്ച രാജ്യങ്ങൾ പിന്നീട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വീഡൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങളെ ആരും അനുകരിക്കരുത്. കാരണം ഞങ്ങൾ മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിച്ച് ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല, വൈറസ് അങ്ങ് സമൂഹത്തിലേക്ക് വന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഈവൻ USA-യിൽ അന്ന് 2020-21 ജനുവരി വരെയുള്ള സമയത്താണ് ഞാൻ ആരോഗ്യമന്ത്രിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അന്ന് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ ഒരു USA-യുടെ ഒരു സംസ്ഥാനം എന്ന് പറയാൻ കഴിയുന്നൊരു പ്രവിശ്യയാണ് ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ 2.25 കോടിയോളാണ് ജനസംഖ്യ, ഇവിടെ 3.5 കോടിയോളാണ്. ന്യൂയോർക്കിൽ കോവിഡ് വന്നത് കേരളത്തിൽ വന്നിട്ട് ഒരു മാസത്തിന് ശേഷമാണ്. പക്ഷെ എന്നിട്ടും 2020 അവസാനം ഡിസംബർ ആകുമ്പോഴേക്കും ന്യൂയോർക്കിലെ മരണസംഖ്യയും 2020 ഡിസംബറിൽ കേരളത്തിലെ മരണസംഖ്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വല്ലാത്തൊരു വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ 5000-ൽ താഴെയാണ് മരണം, അവിടെ ഏകദേശം 175,000-നും 1,00,000-നും ഇടയിലായിരുന്നു എന്നുള്ളതാണ്. ഇത്രയധികം മരണങ്ങൾ അവിടെ എങ്ങനെ വന്നു എന്നുള്ളതാണ്. നമ്മളതുപോലുള്ള പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി അവർക്കില്ല. നല്ല സൗകര്യമുള്ള വലിയ ഇവിടെ ഏറ്റവും പ്രശസ്തമായ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ USA-യിലാണല്ലോ. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്ര ഉയരത്തിൽ അവരെത്തിയിരിക്കുന്നു ആ കാര്യത്തിൽ. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ കുറച്ചുകൂടി കേമന്മാരാകുന്നത് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്റർ, ആർക്കും നേരിട്ടൊരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലാം. അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലായാലും താലൂക്ക് ഹോസ്പിറ്റലായാലും അവിടെ ചെന്ന് 2 രൂപയുടെയോ 5 രൂപയുടെയോ OP ടിക്കറ്റ് എടുത്തിട്ട് ഇഷ്ടമുള്ള ഡോക്ടറെ കാണാം. എന്നാൽ USA-യിലൊന്നും അങ്ങനെ പറ്റില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ, ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കൺസൾട്ടേഷൻ ഇവിടെ ഭയങ്കര ഈസിയാണ്. അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ എല്ലാവരെയും പരിശോധിച്ച് എന്നിട്ട് ക്വാറന്റൈൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവിടെ സ്വീഡനിലൊക്കെ അങ്ങനെ പറയേണ്ടി വന്നത് ഈ മിറ്റിഗേഷൻ മെത്തേഡ് അവർ സ്വീകരിച്ചു. ആദ്യം തന്നെ എല്ലാവരെയും ട്രേസ് ചെയ്ത് പിടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ടെസ്റ്റ് ചെയ്യുന്നതിൽ പോലും നമ്മളൊരു പ്രത്യേകത കാണിച്ചിരുന്നു. അതായത് ടെസ്റ്റ് കിറ്റ് ആദ്യം അത്രത്തോളം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ആളുകളെല്ലാം മറന്നുപോയി കേട്ടോ. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പരിമിതമായ ടെസ്റ്റ് കിറ്റുകളെ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. പിന്നീട് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ. അന്ന് കുറച്ച് കിറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, അതാണ് ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, സിംറ്റം ഉള്ളവരെ മാത്രം ടെസ്റ്റ് ചെയ്യാം. ചില സംസ്ഥാനങ്ങൾ കിട്ടിയ കിറ്റ് മുഴുവൻ ആദ്യം വന്നവരെ മുഴുവൻ ടെസ്റ്റ് ചെയ്ത് തീർത്തു. യഥാർത്ഥ സിംറ്റം ഉള്ളവരെ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ആ സമയത്ത്. അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളിൽ ആ ഘട്ടത്തിൽ നമ്മളെക്കാളും മരണം കൂടുതലായിരുന്നു. ഇവിടെ നമ്മൾ ക്വാറന്റൈൻ ചെയ്ത് വെച്ചിരിക്കുക, അതിലെല്ലാവരെയും ടെസ്റ്റ് ചെയ്തില്ല, വന്ന മുഴുവൻ ആളെയും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല ആദ്യഘട്ടത്തിൽ. ഈ ആരാണോ സിംറ്റംസ് കാണിക്കുന്നത് അവരെ ടെസ്റ്റ് ചെയ്തു, എന്നിട്ട് പോസിറ്റീവിനെ നമ്മൾ വേർതിരിച്ചെടുത്തു. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് കിറ്റ് തുടക്കത്തിൽ വളരെ ശാസ്ത്രീയമായിട്ട് വിനിയോഗിക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള 100 ഘടകങ്ങൾ, ഞാനതെല്ലാം പറയുകയല്ല, അതൊരു വലിയ റിസൾട്ട് നമുക്കന്ന് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കെട്ടഴിച്ച് വിടാതിരുന്നത് ശരിയാണെന്ന് അന്നും എനിക്ക് തോന്നുന്നു, ഇന്നും തോന്നുന്നു. പിന്നെ മരണം കുറഞ്ഞതിനെ കുറിച്ചൊക്കെ പല സംശയങ്ങളും ചിലർ പ്രകടിപ്പിച്ചു. മറച്ചു വെച്ചതാണോ മരണസംഖ്യ, എയർലി അപ്രീസിയേഷൻ ആയിപ്പോയോ കേരളത്തിന് കൊടുത്തതെന്നൊക്കെ ചിലർ ചോദിച്ചു. പിന്നീട് 21-ന് ശേഷം ഉയർന്നല്ലോ കേസ് കുറച്ചും കൂടി. ആ സമയത്ത് കോമോർബിഡിറ്റിയുള്ള ഒരുപാട് ആളുകൾ മരിച്ചുപോയി.
അപ്പോൾ ആദ്യം മരണസംഖ്യ ഒളിച്ചു വെച്ചോ, ഇത്ര കുറവ് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് ഇത്ര കുറയുന്നത്, അത് എന്തോ മറച്ചു വെച്ചിട്ടാണെന്നുള്ള വലിയ പരാതി മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ചിലതൊക്കെ അപ്പം തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് പോയി. നോക്കൂ, നിങ്ങൾ പറഞ്ഞ മരണം ഈ പേര് വെച്ചിട്ടാണല്ലോ ആദ്യം കൊടുത്തിരുന്നത്, അതുകൊണ്ട് ഇന്ന പേരുകാർ ഈ മരണ ലിസ്റ്റിലുണ്ട്. ആദ്യത്തെ ദിവസം ഇല്ലെങ്കിലും രണ്ടാമത്തെ ദിവസത്തെ ലിസ്റ്റിലുണ്ട്. ആദ്യത്തെ ദിവസത്തിൽ ഇല്ലാതിരുന്നത് സംശയാസ്പദമായി വെച്ചിട്ട് രണ്ടാമത് തെളിയിച്ച കാര്യങ്ങളാണ്. ഇതിനേക്കാൾ ഉപോത്ബലകമായൊരു തെളിവ് കിട്ടിയത് 2020 ഡിസംബറിൽ എക്സസ് ഡെത്ത് അനാലിസിസ് നടന്നു കേരളത്തിൽ. ആകെ മരണങ്ങളുടെ കണക്കതാണ്. അത് കോവിഡ് വർഷത്തിന് മുമ്പ് 2019 കേരളത്തിലുള്ള ആകെ മരണം രജിസ്റ്റർ ചെയ്ത കണക്കാണല്ലോ. കേരളത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ 100%. അതുകൊണ്ട് ആർക്കും മരണത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്ത കണക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് 2019 മരിച്ചതിനേക്കാൾ 28,000 മരണങ്ങൾ കുറവാണ് 2020. പല കാരണങ്ങളുണ്ട്. കാരണം കോവിഡിന് വേണ്ടി മാസ്ക് ധരിച്ചപ്പോൾ കുറച്ചും കൂടി ശ്വാസകോശമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ മറ്റ് ചില രോഗങ്ങൾ മൂലം അലർജിക്കായിട്ടുള്ള അതൊക്കെ ഉള്ള മരണമൊക്കെ അന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്ര മരണങ്ങൾ കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ട് കണ്ടപ്പോൾ ചിലർ പറഞ്ഞു അത് ആക്സിഡൻറ്റ് ഡെത്ത് കുറഞ്ഞുകൊണ്ടാണ്. കോവിഡ് സമയത്ത് ആരും പുറത്തിറങ്ങിയില്ലല്ലോ. അതും പരിശോധിച്ചു. 2019 5000-ലേറെ മരണങ്ങൾ കുറവായിരുന്നു. 6000-നും 5000-നും ഇടയിൽ മരണങ്ങൾ ആക്സിഡൻറ്റ് ഡെത്ത് കുറവാണ്. എന്നാലും ബാക്കിയുണ്ടല്ലോ 24,000-ഓളം. അത് വെച്ച് നോക്കുമ്പോൾ 7% ഡെത്ത് കുറവാണ് കേരളത്തിൽ കോവിഡ് വർഷത്തിൽ അതിന് മുമ്പത്തെ വർഷത്തേക്കാൾ. ഈ ഒരു അച്ചീവ്മെൻറ്റ് ലോകത്തിൽ 5-6 സ്ഥലത്ത് 6 സ്ഥലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിലൊന്ന് ന്യൂസിലൻഡായിരുന്നു. ആ കൂട്ടത്തിൽ കേരളം വന്നപ്പോൾ ലോകമാകെ അത് ശ്രദ്ധിച്ചു. നമ്മുടെ അംഗീകാരമൊന്നും അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവില്ല. അതെന്തോ തട്ടിപ്പുണ്ട് എന്നുള്ള രീതിയിലേ പറയുള്ളൂ. അപ്പോൾ ലോകം അത് അംഗീകരിച്ചു. കേരളത്തിന് ഒരുപാട് അതിൻ്റെ പേരിൽ അഡ്മിറേഷനൊക്കെ കിട്ടി. പക്ഷേ ഇത് ഒരു പെക്യൂലിയർ വൈറസാണ്. ഇത് 2021 ആകുമ്പോഴേക്കും കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്തു എന്ന് മാത്രമല്ല, ഇതിന് ഡെൽറ്റ വേരിയേഷൻ വന്നു. ആ ഡെൽറ്റ എന്ന് പറയുന്ന പുതിയ ഇനം മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് വന്നിട്ടുള്ളത് കുറച്ചും കൂടി പകർച്ചാശേഷിയുള്ളതായിരുന്നു. അത് തീ പടരും പോലെ അങ്ങ് പടർന്നു. അതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മരണവും കൂടി. എനിവേ എന്ത് മരണം ഉണ്ടായാലും ആകെ മരണം എടുക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ മരണത്തിൻ്റെ ശതമാനത്തിൻ്റെ ഡെത്ത് റേറ്റിൻ്റെ കണക്കിൽ കേരളം ഇപ്പോഴും ഒരു നല്ല സ്ഥാനത്താണ്. മറ്റുള്ളവരെക്കാൾ കുറവാണ് നമുക്കൊന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ വൈറസ് ബാധിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കേരളത്തിൽ. വന്നു പോയവരുടെ ഒരു പ്രാവശ്യം മാത്രമല്ല 2-3 തവണ വന്നിട്ടുണ്ട്. അത്തരം ആളുകളുടെ ആരോഗ്യസ്ഥിതിയാണ് പഠിക്കേണ്ടത്. ഇതിൽ ഒരുപാട് സംശയങ്ങൾ, ആ സംശയങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ല. ചിലർ പറയുന്ന, എന്നോട് തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു, ടീച്ചർ കോവിഡ് വന്നതിന് ശേഷം അകാരണമായി തല കറങ്ങി വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്, കുഴഞ്ഞു വീണ് മരിക്കുന്നത്. പണ്ടും കുഴഞ്ഞു വീണ് മരിക്കാറുണ്ട്. പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും തലച്ചോറിലെ രക്തപ്രവാഹത്തിന് എന്തെങ്കിലും തരക്കേട് പറ്റുക, ഹെമറേജ് ഉണ്ടാവുക, ഇങ്ങനെയെല്ലാം മരിക്കാറുണ്ട്. പക്ഷേ ഇപ്പം അത് കൂടിയിട്ടുണ്ട് എന്ന് പൊതുവെ പറയുന്നു. വസ്തുതയുണ്ടോ? ഇത് പരിശോധിക്കണം, ഗവൺമെൻറ് പരിശോധിക്കണം. എന്നിട്ട് അതിൻ്റെ കൃത്യമായ കണക്കുകളെടുത്ത് എന്തുകൊണ്ടാണ്, അതാണ് ക്രിസ്റ്റീന പറയുമ്പോൾ പറഞ്ഞത്. ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്താണ്. കോവിഡിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കണം. WHO അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. WHO ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ പഠനം വരട്ടെ. അപ്പം നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ആശുപത്രികളെ സജ്ജമാക്കണം. അതായത് ഇമാതിരി പൊതുവേ ലക്ഷണമുള്ള എന്തെങ്കിലും കേരളത്തിൽ കൂടുന്നതായി കാണുന്നെങ്കിൽ കേരളത്തിൻ്റെ PHC മുതൽ നല്ല ഒരു ബോധവൽക്കരണം, ഇത്തരത്തിലുള്ള അസാധാരണമായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക സംവിധാനം ഉണ്ടാക്കാനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ത്വരിതപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ടീച്ചർ, ഇപ്പം ഈ ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്, കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ട് ചിലപ്പോൾ കണ്ടു കാണും. അതായത് ഈ കോവിഡിന് ശേഷം ആയുർദൈർഘ്യത്തിൽ 2 വർഷത്തിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്, ശരാശരി ആയുർദൈർഘ്യത്തിൽ. അതേപോലെ തന്നെ ആരോഗ്യകരമായ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 61.9 കുറയുകയും ചെയ്തു. അപ്പോൾ ആ റിപ്പോർട്ട് പറയുന്നത് 2012 എന്ന് പറയുന്ന വർഷത്തിന് പിന്നിലേക്ക് നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ പോയി. അതായത് ഒരു 10 പതിറ്റാണ്ട് പിന്നിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഒരു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് വേണം എന്ന് പറയുന്നുണ്ട്. ആ രീതിക്ക് നോക്കുമ്പോൾ നമ്മളും ഈ പറയുന്നത് പോലെ അത്തരമൊരു കുതിച്ചുചാട്ടം, പ്രത്യേകിച്ച് ഈ ഗവേഷണ രംഗങ്ങളിൽ ഈ നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അക്കാര്യത്തിൽ കുറച്ചുകൂടെ സജ്ജമാകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ പൊതുവേ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ അത്തരം ഒരു പഠനം നടത്തിയ റിപ്പോർട്ട് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ലോകത്തിലാകെ WHO ലോകത്തിലാകെ വെച്ചിട്ടാണ് പറയുന്നത്.
ലോകത്തിലാകെ ഈ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ ആയുർദൈർഘ്യം പൊതുവേ പിന്നിലാണ്. നമ്മുടെ കേരളത്തിലും 1940കളിലും 50കളിലും ഒക്കെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 50 വയസ്സിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നീടാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ വളർന്ന് അവസാനം എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന അവസ്ഥയും പാർപ്പിടവും ഒക്കെ ഉണ്ടായപ്പോഴാണ് നമ്മുടെ ആയുർദൈർഘ്യം വൻകിട സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലെത്തിയത്. എല്ലാവർക്കും അത്ഭുതമാണ്. 74 വയസ്സാണ് കേരളത്തിലെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഈ കൊച്ചു കേരളത്തിൽ. എന്നാൽ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ ഇത്രയില്ല. 60 വയസ്സും അതിന് താഴെയൊക്കെയുള്ള പ്രദേശങ്ങളും ഉണ്ട്. ബീഹാറൊക്കെ 60-61 വയസ്സൊക്കെ ഉണ്ട്, 67 വയസ്സൊക്കെ ഇടമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേരളം ഒരുപാട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കോവിഡിന് ശേഷം നമ്മളും പഠിക്കണം, കേരളത്തിൻ്റെ ആയുർദൈർഘ്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇന്ത്യ ആകെ പഠിക്കണം ആയുർദൈർഘ്യത്തിൽ പൊതുവെ കുറവുണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് പോകാൻ മസ്റ്റാണ്. നമുക്ക് ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മുടെ കയ്യിലൊരു ഡാറ്റ ഉണ്ടാവണം. അത് സയൻസാണ്, ശാസ്ത്രമാണ്. ഒന്നുമില്ലാതെ വെയ്ഗായിട്ട് നമുക്ക് ആയുർവേദികം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ അങ്ങനെ പറയാൻ പറ്റില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് കൃത്യമായ എവിഡൻസോടുകൂടി പറയാൻ സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം. ആയുർദൈർഘ്യം ഒരു കാരണവശാലും കുറയാൻ ഇടയാവരുത് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ കോവിഡൊക്കെ വരുന്ന സമയത്ത് വൾണറബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യരംഗത്ത് വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിരുന്നു കേരളം. പല സൂചകങ്ങളിലും നമ്മൾ മുന്നിലായിരുന്നു കോവിഡ് വരുമ്പോഴും. പക്ഷേ നമുക്കുള്ള ഒരു വൾണറബിലിറ്റി ഞാൻ പറഞ്ഞു, ഒരു ചലഞ്ച് ഞാൻ പറഞ്ഞു, അത് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. മറ്റൊന്ന് ഓൾഡ് ഏജ് പോപ്പുലേഷനാണ്. നമ്മൾ നാട്ടിൽ പ്രായം ചെന്നവരുടെ ശതമാനം 15% കൂടുതലായിരിക്കുന്നു. 20-നടുത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ് കണക്കുകൾ. കൃത്യമായ കണക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഒരു ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പകർച്ചവ്യാധികൾ പിടിപെടുമ്പോൾ അത് ആധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവരായിട്ട് മാറി കേരളത്തിലുള്ളവർ. എക്സ്ട്രീം പോവർട്ടി നമുക്കില്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിക്കുന്ന ആഹാരം എങ്ങനെ, അത് കൃത്യനിഷ്ഠയില്ല, അതിൽ പോഷകാംശമില്ല, ആഹാരത്തിനനുസരിച്ച് വ്യായാമമില്ല. ഇതൊക്കെ കൂടി നമ്മളെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുത്തിയിട്ടുണ്ട്. കേരളം ഇന്ത്യയുടെ ഡയബറ്റിക് ക്യാപിറ്റലാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി അമൃതം ആരോഗ്യം എന്ന പദ്ധതിയിലൂടെ നമ്മളൊരു പ്രത്യേക ആപ്പ്, ശൈലി ആപ്പ് എന്നുള്ള പേരിൽ ഒരു ആപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 30 വയസ്സിന് മേപ്പെട്ടുള്ളവരുടെ ഡയബറ്റീസ് ആണെങ്കിൽ അത് നോക്കാനും അതുപോലെ ഹൈപ്പർ ടെൻഷൻ നോക്കാൻ വേണ്ടി ഒരു പദ്ധതി ഇട്ടിരുന്നു. കുറേ ആ സമയത്ത് കവർ ചെയ്തിരുന്നു. തുടർന്ന് രണ്ടാമത് ഈ LDF ഗവൺമെൻറ് വന്നപ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. കുറേയേറെ സ്ഥലങ്ങളിൽ ആ സർവേ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ആരൊക്കെയാണ് ഹൈലി ഡയബറ്റിക്, ആരാണ് പ്രീ ഡയബറ്റിക്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഇടപെടണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന ഒന്ന് ജീവിതശൈലി രോഗങ്ങളാണ് കേരളത്തിൽ. ഇത് ഒരു ചലഞ്ചാണ്. നമുക്ക് എല്ലാ കാലത്തേക്കുമായിട്ട് പകർച്ചവ്യാധി അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ടെറൈൻ അങ്ങനെയാണ്. ഓരോ ദിവസവും നമ്മൾ ഇതിനെതിരായിട്ട് ശ്രദ്ധിക്കണം. അല്ല നമ്മൾ ഡെങ്കിപ്പനി ഇല്ലാതാക്കി, എലിപ്പനി ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് പേപ്പറിൽ എഴുതി വെച്ചാൽ അടുത്ത വർഷം വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് ഓരോ സമയത്തെ സാധ്യത അതെന്താണെന്ന് കാണണം. ഇപ്പോൾ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് അത് വളർന്നാൽ ഉറപ്പായിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം വൃത്തിയായി, ഡെങ്കിപ്പനി കുറച്ച് കൊണ്ടുവന്നു, മരണവും കുറച്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനി സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് കരുതിയാൽ നമ്മൾ പെട്ടുപോകും. കാരണം അടുത്ത വർഷം ഈ കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൊതുക് വരും, ഡെങ്കിപ്പനിയും വരും, മരണങ്ങളും വരും. എലിപ്പനി അതുപോലെയാണ്, ലെപ്റ്റോസ്പൈറോസിസ്. ഓർമ്മയുണ്ടോയെന്നറിയില്ല ക്രിസ്റ്റീന, കഴിഞ്ഞ 2017-18 പ്രളയകാലത്ത് എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. ആ പ്രളയം വന്നു. ഈ പ്രളയ ജലം പിൻവാങ്ങിയപ്പോൾ, വാട്ടർ റിസീഡ് ചെയ്യുന്ന സമയത്ത് വിദഗ്ധർ പറഞ്ഞു, ടീച്ചർ ഇനി നിങ്ങളുടെ വകുപ്പിനാണ് പ്രശ്നം വരാൻ പോകുന്നത്, ലെപ്റ്റോസ്പൈറോസിസ് വരും, 100 കണക്കിന് ആളുകൾ മരിക്കും. പ്രളയബാധിത പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ പ്രളയജലം ഒഴുകി പോകുമ്പോഴേക്കും ഞങ്ങൾ ആക്ട് ചെയ്തു. അതായത് ഈ ചെളിവെള്ളവുമായിട്ട് കോണ്ടാക്റ്റുള്ള മുഴുവൻ മനുഷ്യരെ കൊണ്ടും അതിന് പ്രൊഫിലാക്സിസ് എടുപ്പിച്ചു. അതായത് അതിനാവശ്യമായിട്ടുള്ള ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് അത് ശേഖരിച്ചു. 1 കോടി ടാബ്ലറ്റാണ് അന്ന് കേരളത്തിലുടനീളം ചെലവഴിച്ചത്. നമ്മൾ വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുത്തു. ചിലരാദ്യം കൊടുത്തപ്പോൾ കഴിക്കാൻ തയ്യാറായില്ല. ആദ്യം മരിച്ചുപോയ ഒരാളിൻ്റെ ഡെഡ് ബോഡി പരിശോധിക്കുമ്പം പോക്കറ്റിൽ ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നമുക്ക് പേടിയായി, കഴിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ സ്ക്വാഡ് ഉണ്ടാക്കി
ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളം, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, ഗുളിക. ഇത് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ക്യാമ്പിലൊക്കെ പോയി, ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന വീടുകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി, എന്നിട്ട് ബിസ്ക്കറ്റ് കഴിപ്പിച്ച് വെള്ളവും കുടിപ്പിച്ചിട്ട് ടാബ്ലറ്റും കഴിപ്പിച്ചു നമ്മൾ, അതിൻ്റെ മറ്റ് എഫക്റ്റൊന്നും ഇല്ലാതിരിക്കാൻ. അപ്പോൾ അത് വളരെ ഫലപ്രദമായിരുന്നു. ഇത്ര കടുത്ത പ്രളയം ഉണ്ടായി, ഇത്രയധികം മൃഗങ്ങളൊക്കെ ചത്തഴുകി, അതെല്ലാം വൃത്തിയാക്കാൻ ദിവസങ്ങൾ നമ്മൾ എടുത്തല്ലോ. താരതമ്യേന വേഗത്തിൽ കേരളം ചെയ്തു. എല്ലാ കിണറുകളും അഴുക്ക് ജലം നിറഞ്ഞു, ക്ലോറിനേഷൻ നടത്തേണ്ടതായിട്ട് വന്നു. പക്ഷെ ആ ഇടവേളയിൽ ലെപ്റ്റോ ബാധിച്ച ആളുകൾ മരിക്കുന്നത് ഒഴിവാക്കാൻ സാധിച്ചു. ഇത് നമുക്ക് ഒരു പാഠമാണ്. കാരണം ഇതിങ്ങനെ എല്ലാ കാലത്തേക്കും ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ല. ഓരോ കാലത്തും ആക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പകർച്ചവ്യാധി ഒഴിവാക്കാൻ. അതിന് ബഹുജനത്തിനും തുടക്കത്തിൽ തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ചത് അതാണ്. ജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കണം. ആരോഗ്യമാണ് പ്രധാനം. മനുഷ്യൻ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റി അതിലെ ജനങ്ങളുടെ ഹെൽത്തുമായി, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ തുടർച്ചയായിട്ട് നടന്നാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ടീച്ചർ, നമ്മൾ എപ്പോഴും എല്ലാവരും തന്നെ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് വലിയ ബോധവാന്മാരാണ്. അപ്പോൾ നമ്മളോട് ആരോട് ചോദിച്ചാലും മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എണ്ണി നമ്മൾ പറയും, വേണമെങ്കിൽ 2 അഡീഷണലും പറയും. പക്ഷേ നമ്മുടെ കടമകൾ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം, എൻ്റെ കൂടെയുള്ളവരുടെ ആരോഗ്യം, ഇതൊക്കെ നമ്മുടെ, അതായത് പൗരൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്തമല്ലേ. എല്ലാം നമ്മൾ അധികൃതരും ഭരണകൂടവും ആരോഗ്യ പ്രവർത്തകരും മാത്രം ചെയ്യണം എന്ന് ധരിക്കാൻ പാടില്ല. ഈ പറയുന്നത് പോലെ മഴക്കാലപൂർവ്വ ശുചീകരണം, പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നില്ല അതുകൊണ്ട് അത് അങ്ങനെ കിടന്നോട്ടെ എന്ന ഒരു മനസ്ഥിതിയല്ലല്ലോ. നമ്മുടെ പരിസരം നമ്മൾ തന്നെ വൃത്തിയാക്കുക, അതുപോലെ തന്നെ നമുക്ക് എക്സർസൈസ് ചെയ്യുക, നമ്മൾ ഭക്ഷണം കഴിക്കുക, നമ്മുടെ ഉറക്കം ക്രമീകരിക്കുക, ഇതൊക്കെ സ്വയമേവ ചെയ്യേണ്ട ആ ഒരു രീതിയിലുള്ള ഒരു പൊതുബോധം കൂടെ വരണ്ടേ? തീർച്ചയായിട്ടും ഒരു സിവിക് സെൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കണം. എനിക്കിപ്പോൾ തമാശ തോന്നുന്നത്, ഞാൻ മന്ത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ കയറിയിട്ടൊരു ബഹളം ഉണ്ടാക്കിയിരുന്നു. അന്ന് അവിടെ കയറി വളരെ അഴുക്ക് നിറഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. ലേശം ഷാർപ്പായി പോയി പ്രതികരണം. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ടോയ്ലറ്റിലൊക്കെ ഈ ഇതൊക്കെ പാഡൊക്കെ കുത്തി നിറച്ചിട്ടൊക്കെ. അപ്പോൾ ആ പാവം അവിടുത്തെ ജീവനക്കാർ പറഞ്ഞു, മാഡം എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒട്ടും സിവിക് സെൻസ് ഇല്ല ആളുകൾക്ക്. നമ്മളെത്ര പറഞ്ഞാലും ഇവരിതെല്ലാം ഡംപ് ചെയ്യുന്നു ഇതിനകത്ത്, ആളുകൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവരെ അന്ന് ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതേ മനുഷ്യർ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയാൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ. അവിടുത്തെ ടോയ്ലറ്റിൽ ഇത് ഡംപ് ചെയ്താൽ വിവരം അറിയുമല്ലോ. അപ്പോൾ എന്താ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ടോയ്ലറ്റിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത്? നമ്മൾ ആ വശം ശ്രദ്ധിക്കുന്നില്ല. എത്ര പ്രയാസം. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പോലെ എളുപ്പമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു നിശ്ചിത എണ്ണം പേഷ്യൻസേ വരുന്നുള്ളൂ, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരും. പിന്നെ ഒരു ദിവസം ഒരു ഡോക്ടർ ഇത്ര ഒ പി നിശ്ചയിച്ചാൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കില്ല. ഗവൺമെൻറ് ആസ്പത്രിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. 200 പേര് പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ 200 ആളെയും നോക്കിയിട്ട് അവർക്ക് പിന്മാറാൻ പറ്റും. ബെഡുകൾ 200 ബെഡ് ഉണ്ടെങ്കിൽ 250 ആൾ വന്നാൽ ബെഡില്ല നിലത്ത് പാവിരിച്ചെങ്കിൽ അവരെ കിടത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ അത്രയും ജനങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമായ സ്റ്റാഫിൻ്റെ എണ്ണക്കുറവൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും നാം ഒരു ശ്രമം നടത്തണം. അതായത് ഇങ്ങനെ നിക്ഷേപിക്കാൻ പാടില്ല. അത് ശ്രമകരമായ ജോലിയാണെങ്കിലും നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നിങ്ങൾ പിഴ അടക്കേണ്ടതായിട്ട് വരും എന്ന് അവരോട് പിഴ ഈടാക്കാനല്ല, ബോധ്യപ്പെടുത്തണം. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ജനങ്ങളുടേതും കൂടിയാണ്. അതുകൊണ്ട് ആ ബോധം, ആ സിവിക് സെൻസ് ഉണ്ടാക്കാൻ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം. കുറേയൊക്കെ വിജയിച്ചിരുന്നു. പൊട്ടിയ ടോയ്ലറ്റൊക്കെ നന്നാക്കി കുറേ കാലം അത് പിന്നെയും ചോദിക്കുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. വരുന്ന ആളുകളോട് കർശനമായിട്ട് പറഞ്ഞു. അതുപോലെ ഡസ്റ്റ്ബിൻ, മറ്റേ വേസ്റ്റ് ബിൻ വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ദൂരെ നിന്ന് ആ ബിന്നിലേക്ക് വലിച്ചെറിയുക ചിലർ. അതിനടുത്ത് പോയി ഇതിനകത്തിട്ടാൽ കുഴപ്പമില്ല. ദൂരെ നിന്ന് എറിയുമ്പം നിലത്ത് വീഴും. പിന്നെ രാവിലെ വൃത്തിയാക്കാൻ വരുന്നവർ നിലത്തുനിന്ന് കോരിയെടുക്കണം. അതല്ല, ഓരോരുത്തരും അതിൻ്റെ അടുത്ത് പോയി ഇട്ടാൽ ഈ നിലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അതെല്ലാം പഠിപ്പിച്ചപ്പോൾ കുറേ കാലത്തേക്ക് അത് പ്രാവർത്തികമായിരുന്നു. എന്നാൽ അതും നിരന്തരമായി ചെയ്യേണ്ട പ്രക്രിയയാണ്. അത് മറന്നു പോകരുത്. ജനങ്ങളെ ഇത്തരത്തിലുള്ള പൗരബോധം നന്നായിട്ട് പഠിപ്പിക്കണം. ഈ മേഖലയിൽ മാത്രമല്ല, വേസ്റ്റ് ചാക്കിൽ കെട്ടി വഴിയിൽ തള്ളുന്ന ശീലം അത് വളരെ രൂക്ഷമായിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതിനിടെ ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞു, ഒരു 4-10 വർഷം മുമ്പേ വരുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ തെരുവിലും അഴുകുന്ന അഴുക്കായിരുന്നു.
ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. അവിടെ നഗരസഭയുടെ വേസ്റ്റ് ശേഖരിച്ചു വെക്കാനുള്ള പ്രത്യേക ഇടങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിയ വൻകിട രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ളതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിടാനുള്ള ബോട്ടിൽ ബൂത്തുകൾ അവിടെ കാണാം. അപ്പോൾ അതൊരു ശീലമായപ്പോൾ ബോട്ടിൽ ആളുകൾ കൊണ്ട് അതിലിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. അതുപോലെ മാലിന്യം, ഇപ്പോൾ ഹരിതകർമ്മസേന വന്നു, വലിയ അനുഗ്രഹമാണ്. ഒരു വീട് 50 രൂപയെ കൊടുക്കുന്നുണ്ട്. ചിലർ അതിനും മടി പറയുന്നവരുണ്ട്. പക്ഷേ ആ 50 രൂപക്ക് ആ സഹോദരിമാർ മാലിന്യം ശേഖരിച്ച് പഞ്ചായത്തോ നഗരസഭയോ അത് സംസ്കരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് ചീഞ്ഞഴുകാതെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെല്ലാം കേരളം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വമ്പിച്ച മാറ്റമാണ്. എന്നാൽ അതെല്ലാം പൂർണ്ണമായും ചോദിച്ചില്ല. ഇപ്പോഴും ചില ബിരുദന്മാർ ഈ ഹരിതകർമ്മസേനക്ക് 50 റുപ്യ കൊടുക്കാൻ മടിച്ചിട്ട് ഈ വേസ്റ്റ് കൊണ്ടേ വഴി തള്ളുന്നുണ്ട്. 50 റുപ്യ കൊടുക്കണ്ടോ? ആർക്കും കഴിയാതില്ല അത്. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തൊരു ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾക്ക് 50 രൂപ തരാൻ മടിച്ച ഒരു ഫാമിലി വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഈ ചുള്ളി അവിടെ ചെറിയ കാടുണ്ടല്ലോ, ചെറിയ ഹെർബ്സ് ചേർന്നിട്ടുള്ള കാട്, അതിൻ്റെ അകത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ച് ഇതുകൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അത് വയക്കി വൃത്തിയാക്കാൻ ചെന്നപ്പോൾ അവിടെ ബണ്ടിൽ. അപ്പോൾ അതെല്ലാം ഒരു ബോധമില്ലായ്മയാണ്. ആ ബോധമില്ലായ്മയെ ഇടപെട്ട് ഗവൺമെൻറ്റും പൊതുജനങ്ങളും ഇടപെട്ട് പരിഹരിക്കണം. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിൽ നല്ല സാധ്യതയുണ്ട്. പിന്നെ പിഴ ചുമത്താനുള്ള സാധ്യതയുണ്ട് കേട്ടോ. വേസ്റ്റ് സംസ്കരിക്കാത്ത ആളുകൾക്ക് പിഴ ചുമത്താം. പക്ഷേ ആരും അതിന് തയ്യാറാവില്ല. പിഴയൊന്നും ചുമത്തണ്ട, അവരോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യിക്കണം എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഒന്ന് ഗവൺമെൻറ് ശ്രദ്ധിക്കണം. പൗരബോധം ഇക്കാര്യത്തിൽ വളർത്തിയെടുക്കാനും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അക്കാര്യത്തിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. 2018 ഇൻഫെക്ഷ്യസ് ഡിസീസിനെതിരായിട്ടൊരു പോരാട്ടം നടത്താൻ തന്നെ തീരുമാനിച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഇതാണ്, ആരോഗ്യ ജാഗ്രത ക്യാമ്പയിൻ. അന്ന് പ്രഖ്യാപിച്ചതാണ്, മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ സ്ലോഗൻ പ്രതിദിനം പ്രതിരോധം എന്നതായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് സഹകരിച്ചിട്ടാണ്, അവരില്ലാതെ ചെയ്യാൻ പറ്റില്ല, അവരാണിത് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അന്നത്തെ മന്ത്രിയുമായിട്ട് സംസാരിച്ചു സി മൊയ്തീൻ, അതിനു മുമ്പ് KT ജലീൽ. അപ്പോൾ അവരെല്ലാം വലിയ പിന്തുണയാണ് നൽകിയത്. ഞങ്ങൾ വലിയ റാലികളും പ്രചരണ ജാഥകളും ഒക്കെ വെച്ച് പ്രതിദിനം പ്രതിരോധം എന്ന് പറയുന്ന ആശയം ജനങ്ങളിലെത്തിച്ചു. അപ്പോൾ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എന്നതാണ്. മഴക്കാലമാകുമ്പോൾ ആദ്യം തന്നെ എല്ലാം വൃത്തിയാക്കി, ഓടകളും എല്ലാം വൃത്തിയാക്കി. ഈവൻ തൊഴിൽ വകുപ്പുമായിട്ട് ഞങ്ങൾ ഒരു ടൈപ്പ് ആയിരുന്നു. അന്ന് TP രാമകൃഷ്ണനായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ഡെങ്കിപ്പനി വരുന്നുണ്ട്. റബ്ബർ കായകൾ പൊട്ടി വീണിട്ട് അതിൻ്റെ അകത്ത് വെള്ളം നിന്ന് അവിടെ ഡെങ്കി കൊതുക് മുട്ടയിടുന്നുണ്ട്. റബ്ബർ പാലെടുക്കുന്ന ചിരട്ടകൾ മലർത്തി വെച്ചാൽ അതിനകത്ത് വെള്ളം നിറഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ അവരങ്ങ് കയറി പോവുള്ളൂ പാലെടുക്കാൻ. അപ്പോൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് റബ്ബർ തോട്ടം ഉടമകളെ അദ്ദേഹം വിളിച്ചു ചേർത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ചിരട്ടകളും കമിഴ്ത്തി വെക്കണം, ഈ ഇലയൊക്കെ അടിച്ചു കൂട്ടി കായൊക്കെ പെറുക്കി കൂട്ടി തീയിട്ട് നശിപ്പിക്കണം മഴ വരുന്നതിന് മുമ്പേ. അതൊരു മുൻകരുതലായിരുന്നു. വലിയ ഫലം ചെയ്തിട്ടുണ്ട്. അത് ഒരു കൊല്ലം ചെയ്താൽ പോരാ, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ പൊതുജനങ്ങളുടെ ബോധവും വർദ്ധിപ്പിക്കുക, നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തു പോവുക. ഈ അമേരിക്കയിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഇപ്പം $5 ഒരു ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം $1 ആയിരിക്കും എൻ്റെ ഒരു ടാക്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് തരുന്നത്. അപ്പം ഞാൻ ഈ $5 എന്ന് വാങ്ങിച്ചിരിക്കുന്നു, പക്ഷെ $6 ഞാൻ പേ ചെയ്യണം. അപ്പം എൻ്റെ ഒരു സുഹൃത്ത്, വളരെ കൗതുകം എനിക്ക് തോന്നിയ, വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടുക, ഇന്ന് ഞാൻ $15 ടാക്സ് ആയിട്ട് കൊടുത്തത്. അപ്പം ഞാൻ ഈ $15 ടാക്സ് ആയിട്ട് കൊടുക്കുമ്പോൾ എത്രയധികം സൗകര്യങ്ങൾ എനിക്ക് കിട്ടണം, അത് അവരുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. 2, ആ സൗകര്യം ഞാൻ ഉപയോഗിക്കുമ്പം എൻ്റെ പണം കൊണ്ടുണ്ടാക്കിയതാണ്, എൻ്റേതാണ് അത്. പക്ഷെ നമ്മൾ എന്തോ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ MRP ആയത് കാരണം ടാക്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൽ എൻ്റെ ടാക്സ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പലർക്കും അറിയില്ല. 10 രൂപ കൊടുത്തൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിൽ ടാക്സ് ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം നികുതി പണത്തിൽ നിന്നുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാപനമാണ്, ഞാനത് സംരക്ഷിക്കണം. ആ രീതിയിലൊരു ചിന്തയും എനിക്ക് തോന്നുന്നു നമുക്കത് കുറവാണെന്ന് തോന്നുന്നു. അതെ, അത് കുറച്ച് വരുന്നുണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമൊന്നുമല്ല, കേരളത്തിൽ അത് ഇന്ത്യയിലുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളും എല്ലാം വളരെ വൃത്തികെട്ടതുണ്ടെന്ന വളരെ നല്ല വൃത്തിയുള്ളതുമുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണമെന്നല്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ അക്ഷരം പഠിക്കലല്ലോ. കേരളത്തിലെ ജനങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അവർ നമ്മൾ ഈ ബോധത്തിലേക്ക് കൂടി കൊണ്ടുവരണം. പ്രോപ്പർട്ടി ഞാൻ ടാക്സ് കൊടുത്തുണ്ടാക്കിയതോ ഇല്ലതോ എന്നുള്ളത് മാത്രമല്ല, ഒരു സ്വകാര്യ വ്യക്തി ഉണ്ടാക്കിയ പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് പോയിട്ട് അഴുക്കാക്കാനൊന്നും അധികാരമില്ല. അഴുക്കാവാതെ കിടക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യകതയാണ്, അത് കാണണം. പിന്നെ ഉണ്ടാക്കിയൊരു പ്രോപ്പർട്ടി നശിപ്പിക്കാനല്ല, അതിനെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് കാണാൻ നമുക്ക് കഴിയണം. കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷേ ഇനിയും കുറേ മാറ്റം വരാനുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, അമേരിക്കയിൽ ഇങ്ങനെ ചെയ്യുന്നു. ചില
ഗൾഫ് കൺട്രീസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നവർ പറഞ്ഞൊരു മിഠായി നമ്മൾ അതിൻ്റെ കവർ നീക്കിയാൽ അത് എവിടെയാണോ ഡസ്റ്റ്ബിന്നിലത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണം. അത് വഴിയിലിട്ടാൽ വിവരം അറിയും, പിന്നാലെ അതിനുള്ള ഫൈൻ വരും. അതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പഴം തിന്ന് കാറിൽ നിന്നും തൊലി പുറത്തേക്ക് ഇടുന്ന ശീലം കുറേ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. നമുക്കൊരു അറപ്പില്ല അത് ചെയ്യുന്നതിന്. അത് പൊതുസ്ഥലമല്ലേ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും വന്ന് തൂത്തുവാരി കൊണ്ടുപോട്ടെ എന്നൊരു മനോഭാവം ഒരുപാട് ആളുകളിലുണ്ട് എന്നുള്ളതാണ്. കുറേ കുറവ് വന്നിട്ടുണ്ടെങ്കിലും നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു അച്ചടക്കമുള്ള സമൂഹമായി മാറാൻ പാകത്തിന് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നമ്മൾ നേടിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് സാധിക്കും വിചാരിച്ചാൽ. അങ്ങനെ ഒരു വലിയ ബോധവൽക്കരണം. പിന്നെ ഓരോരുത്തരും സ്വയം മനസ്സിനെ പാകപ്പെടുത്തി ഇത് ഞാൻ ഇവിടെ ഇട്ടാൽ എനിക്കും നാട്ടുകാർക്കും മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ഞാനിത് കൃത്യമായിട്ട് നിക്ഷേപിക്കേണ്ടിടത്ത് നിക്ഷേപിക്കാം എന്നൊരു ബോധത്തിലേക്ക് മനുഷ്യരെത്തിച്ചേരണം. ടീച്ചർ, അതുപോലെ മധ്യ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ട, അപ്പോൾ നമുക്കറിയാം അവിടെ ഈ ഹുഡു ടുട്സി വംശ വെറിയൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കൊലപാതകമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തലസ്ഥാനമായ കിഗാലിയാണ് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി. അപ്പോൾ അതിനൊരു കാരണം പറയുന്നത് എല്ലാ 4-ാം ശനിയാഴ്ചയും അവരുടെ പ്രസിഡൻ്റായ പോൾ കഗാമെ അടക്കം എല്ലാവരും മൊത്തത്തിൽ ഇറങ്ങി അങ്ങ് ക്ലീനിങ്ങും വേണ്ട ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക, ആ പണികളൊക്കെ അവർ ചെയ്യും. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ളൊരു സംഗതി പ്രാവർത്തികമാണോ? നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് ഇറങ്ങി ക്ലീൻ ചെയ്യാം ഒരു ദിവസം, അന്ന് അത് പൊതു അവധിയാണ് അവിടെ. തീർച്ചയായിട്ടും പ്രാവർത്തികമാണെന്ന് മാത്രമല്ല, ഒരുപാട് നഗരസഭകളൊക്കെ അത് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വയനാട് ജില്ലയിലെ ബത്തേരി നഗരസഭയെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു വളരെ ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി എന്നെല്ലാം പറയുന്നത്. അവിടെ നഗരസഭയിലെ കൗൺസിലർമാർ ഈ ചെടികൾക്കെല്ലാം വെള്ളം നനച്ചോ എന്നൊക്കെ നോക്കാൻ കൃത്യമായിട്ട് ഇറങ്ങി എന്തെങ്കിലും ഒരു തരക്കേടുണ്ടെങ്കിൽ അവർ ചെയ്യുകയാണ് ഉത്തരവാദിത്വത്തോടെ എത്രയോ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ പോയാൽ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നും, നല്ല വൃത്തിയുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നവർ പറഞ്ഞിട്ടേ ഉള്ളൂ, മറ്റുള്ള നഗരസഭകൾ അങ്ങനെ ആകാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന പ്രദേശം മട്ടന്നൂർ നഗരസഭ വർഷങ്ങളായി അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും വൃത്തിയായിട്ടുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പൽ കമ്മിറ്റി ആകെ, ഭരണസമിതി ആകെ ഇറങ്ങിയിട്ട് ഓരോ സ്ഥലത്തും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത, രോഗം വന്ന് തലയിൽ കയറുമ്പോൾ മാത്രം നോക്കുന്ന പഞ്ചായത്തുകളും നഗരസഭകളും ഉണ്ടാകാം. അപ്പോൾ അത് മാറ്റണം. നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. എനിക്ക് ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ അന്ന് തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രതീക്ഷയോടെ തുടങ്ങിയതാണ്. പക്ഷെ അത് ആ 2-3 വർഷക്കാലം എത്ര നല്ല രീതിയിലാണ് അതിൻ്റെ ക്യാമ്പയിൻ കലണ്ടർ വെച്ചിട്ട് ഈ മാസം എന്ത് ചെയ്യണം, അടുത്ത മാസം എന്ത് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ട് ചെയ്തു. വമ്പിച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു നമുക്കത് വഴി. അപ്പോൾ അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ കേരളം ഇനിയും അത്തരം കാര്യങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും മുന്നോട്ട് വരണം. ടീച്ചർ, ഈ പ്രായമായവരുടെ ജനസംഖ്യ കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് അറിവും വിവേകമതികളുമായിട്ടുള്ള വലിയൊരു സമൂഹം നമുക്കുണ്ട്, അതൊരു പവറാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസികമായും വൈകാരികമായും അവരുടേതായ ചില ആവശ്യങ്ങൾ. എനിക്കറിയാം ചില ആൾക്കാർ ഒരു യാത്ര പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ ചിലപ്പോൾ അവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പം ഈ പ്രായമായവരുടെ ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ഒന്നിച്ചൊരു യാത്ര കൊണ്ടുപോകാനും, പലർക്കും പല ഡിപ്രഷൻ അടക്കമുള്ള മാനസികമായ, കാരണം അത്രയും നാൾ ജോലിയൊക്കെ ചെയ്തിട്ട് കുറേ അങ്ങനെ അടങ്ങിയിരിക്കുക, പിന്നെ മക്കൾ പറയുന്നത് കേൾക്കേണ്ടതായിട്ട് വരിക, അങ്ങനെയൊക്കെയുള്ള ചില ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ. അപ്പോൾ അങ്ങനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ മേഖലയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബമാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായം ചെന്നവരുടെ പരിചരണത്തിന് ആരെങ്കിലും ആയിട്ടുണ്ടാകും, മക്കളൊക്കെ ആയിട്ട് ആരെങ്കിലും ആയിട്ട് ആ കുടുംബത്തിലുണ്ടാകും. അപ്പന്മാരുടെയും അമ്മമ്മമാരുടെയും ഒക്കെ പ്രശ്നം. ഇനി ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഈ മക്കളെയും ചെറുമക്കളെയും ഒക്കെ വഴക്ക് പറഞ്ഞ് അവരുടെ മനസ്സിൻ്റെ വിഷമം തീർക്കാനുള്ളൊരു സാധ്യത, ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് ഒഴുക്കുക എന്ന് പറയാറില്ലേ, അങ്ങനെ. പിന്നെ വർത്തമാനം പറയാൻ ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒരേ പ്രായക്കാരൊക്കെ കുടുംബത്തിലുണ്ടാവുക, പഴയ കഥകളൊക്കെ ആയി പറക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോഴ് തികച്ചും ഒറ്റപ്പെടലാണ്. ഒന്ന് ഈ അണുകുടുംബം, അവിടെ ആരുമില്ല. മിക്കവാറും കേരളത്തിലെ വീടുകളിൽ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഈ അച്ഛനും അമ്മയൊക്കെ തനിച്ചായിരിക്കും. മക്കൾ എവിടെയെങ്കിലും ജോലി തേടിപ്പോയി അവിടെ കുടുംബമായി, അവിടെ എപ്പോഴെങ്കിലും 2 കൊല്ലം കൂടുമ്പോഴൊക്കെ ഒന്ന് കാണാൻ വരുന്നതാണ്. ഞാനൊരു അത്തരത്തിലുള്ളൊരു വീട്ടിൽ പോയപ്പോൾ മുറ്റത്ത് നല്ലൊരു കാറ്, ഒരമ്മ മാത്രമേ വീട്ടിലുള്ളൂ, അവരെ നോക്കാനെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര ഏൽപ്പിച്ചാലും മക്കളുടെ മക്കളും ഒക്കെയുള്ള ഒരു
ഇത് കിട്ടില്ലല്ലോ അവർക്ക്. അവിടെ ഒരു നല്ല കാർ, അത് കവറിട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് നല്ല വലിയ ടി വിയാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ അവിടുത്തെ അമ്മമ്മ പറഞ്ഞത്, മോളെ ഒന്നും ഒരു കുറവില്ല, കാർ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, കവറിൻ്റെ മേലെയൊക്കെ പൊടിയാണല്ലോ, അത് ഉപയോഗിക്കാറില്ലേ? ആരും ഉപയോഗിക്കാൻ, മക്കൾ മേടിച്ചു തന്നതാണ്, എനിക്ക് എവിടെയാണ് പോകാനുള്ളത്. അതുകൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ വിളിക്കും. ഒന്നുമില്ല, ഓട്ടോറിക്ഷയിലെ ഡ്രൈവറോട് 2 വർത്തമാനം പറയാമല്ലോ. ഇതിന് ഞാൻ വേറെ തന്നെ ആ സമയത്ത് ഡ്രൈവറെ വിളിക്കണം, വേറെ ഏതെങ്കിലും പരിചയമുള്ളത്. 2-3 ആളുമൊക്കെ കണ്ടു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാർ ഉപയോഗിക്കാറില്ല. പിന്നെ ടി വി ഒക്കെ ഇതൊക്കെ ആര് തുറക്കുന്നു? ഇതൊന്നും അതാണ്. അപ്പോൾ അവരിതൊക്കെ ഉണ്ടെങ്കിലും ഒരരികിലേക്ക് ഒതുങ്ങി കഴിയുകയാണ്. ഈ സഹായിക്കുന്ന ആൾ വെച്ച് കൊടുക്കുന്ന ആഹാരവും കഴിച്ച് അവർ രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു. ഇവിടെയാണ് ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഒന്ന് പുറത്തേക്ക് പോകാൻ, ഒരുമിച്ചിരിക്കാൻ, അതൊക്കെ. ഇത് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു ഘടകമാണ്. നമ്മൾ ഇന്ത്യ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ പുവറാണ്. ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കേരളത്തിലാണ് എന്നാണ് പറയുന്നത്, അല്ലെ ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. കേരളത്തിലും ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ ഉയർന്നതല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാവരും അല്ല, ചിലർ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിലൊന്ന്, ഇപ്പം ഞാൻ ഓൾഡ് ഏജിൻ്റെ കാര്യം കൂടി നോക്കുന്ന മന്ത്രിയായിരുന്നു അന്ന്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം എന്ന് പറഞ്ഞൊരു പരിപാടി കൊണ്ടുവന്നിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ആഘോഷമാണ്. പ്രായമുള്ളവരുടെ ഒപ്പന, തിരുവാതിര, ഇതെല്ലാം ആയിട്ട് കലാപരിപാടികൾ, കായിക പരിപാടികളൊക്കെ വെച്ചിട്ട് അവരെ ആകർഷിക്കുന്നത് കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ സായംപ്രഭ ഹോമുകൾ എന്ന് പറഞ്ഞവരുടെ ഹോമുകൾ നവീകരിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്തിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇവർക്കായിട്ടൊരു പകൽ വീട് പലയിടത്തും ഉണ്ടാക്കിയത്. പക്ഷേ പകൽ വീട് ഉണ്ടാക്കുമ്പോൾ ലക്ഷ്യം എന്താ? എല്ലാവർക്കും വന്ന് പകൽ സമയത്ത്, രാത്രി അവരുടെ വീട്ടിൽ പോകാം, പകൽ സമയത്ത് വന്ന് ഒത്തിരുന്ന് സംസാരിക്കാനും ആശയം പങ്കിടാനും വേണമെങ്കിലൊന്ന് വിശ്രമിക്കാനും ഇടയ്ക്ക് ഒരു സ്നാക്സും ഉച്ചക്കൊരു ഫുഡും ഒക്കെ കിട്ടണം. പഞ്ചായത്ത് അത് ആ രീതിയിൽ, ചില പഞ്ചായത്തുകൾ അതിമനോഹരമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വന്നാലൊരു ആശ്വാസം, പാട്ട് കേൾക്കാനുള്ള സൗകര്യം, ഇരുന്ന് കഥ പറയാനുള്ള സൗകര്യം, അതുപോലെ തന്നെ എഴുതാനുള്ള താല്പര്യമുള്ളവർക്ക് എഴുതാനുള്ള ഇടം, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ചിലർ 2 കോൺക്രീറ്റ് മുറി, അതിനകത്ത് വീട്ടിലേക്കാൾ കഷ്ടമായിട്ടുള്ള 2-3 പ്ലാസ്റ്റിക് കസേരകൾ, അവിടെ അതിനെ നല്ലത് അവരുടെ വീട്ടിലിരിക്കുന്നതല്ലേ, വേറെ സൗകര്യമൊന്നുമില്ല, ഒരു ഡ്രൈ ആയിട്ടുള്ളൊരിടം. എല്ലാ ഇത്തരം സ്ഥാപനങ്ങളും ഒരു ഈസ്തറ്റിക് സെൻസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആശുപത്രികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക തീരുമാനം എടുത്തത്. അത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, മുറ്റത്ത് ഗാർഡൻ വേണം, അകത്ത് നല്ല റിസപ്ഷൻ വേണം, എല്ലാം ഒരു ഈസ്തറ്റിക് സെൻസിൽ കാണണം എന്നുള്ളത്. അത് നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അതൊന്നും പൂർണ്ണമായിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള നിർമ്മാണമൊക്കെ. എന്തൊരു വ്യത്യാസമാണ്, ആലോചിച്ച് നോക്കൂ. വളരെ പൊടിയും ചെളിയും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്കൂൾ ആശുപത്രി പരിസരം മാറുന്നു. നല്ല ഗാർഡനും ഫൗണ്ടെയിനും ഒക്കെ ആയിട്ട് ഇത്തിരി രസകരമായിട്ടുള്ള, അതുപോലെ കയറിയാൽ കംഫർട്ടബിളായിട്ടൊന്ന് ഇരിക്കാനുള്ള നല്ല ചെയറുകളൊക്കെ ആയി, അല്ലെങ്കിൽ കുഷൻ സോഫയൊക്കെ ആയിട്ടുള്ള, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്തയെ തന്നെ അങ്ങ് മാറ്റുകയാണ്. ഹാപ്പിനെസ് വർദ്ധിക്കും അത് കാണുമ്പോൾ എന്നുള്ളതാണ്. ഇത് തന്നെ പ്രായം ചെയ്യുന്നവർക്ക് ഇരിക്കാനുള്ള ഇടങ്ങളും അങ്ങനെ ആയിരിക്കണം. ഹാഷ് പോഷൊന്നും ആവണമെന്ന് പറയുന്നില്ല, പക്ഷേ അത്യാവശ്യം ഒരു ഈസി ചെയർ, അവർക്ക് ഒരു വേണമെങ്കിൽ ഒരു ചെറിയ ഊഞ്ഞാലാവാം, അധികം അവർ വീണുപോകാതെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞ പോലെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള, വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരു കോർണറാവാം. അപ്പോൾ അത് ഒരു വലിയ സന്തോഷം ഉണ്ടാക്കും. ഇതിൽ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഇടങ്ങളിലും പ്രായം ചെന്ന സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടാവണം. പുരുഷന്മാർക്ക് മാത്രം വൈകുന്നേരം വന്നിരിക്കാനുള്ള ഇടമല്ല, സ്ത്രീകളും പുരുഷന്മാരും. ഞാൻ എത്രയോ സ്ഥലത്ത് പഞ്ചായത്തുകളിൽ പല ആവശ്യങ്ങൾക്കും പോയപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും വന്നിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഡോക്ടറുടെ സേവനം ഉണ്ടാവണം അവിടെ, അപ്പോൾ അത്യാവശ്യം ഒന്ന് നോക്കാൻ, അതൊക്കെ ഉണ്ടാവണം. അപ്പോൾ അത് വർദ്ധിപ്പിച്ചാൽ ഈ ഒരു ഒറ്റപ്പെടലിന് പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. അത് കേരളത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വ്യാപകമായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.